ഇന്ന് ഞങ്ങൾ കൊല്ലങ്കോട് പോവാണ്. പോണതിന് മുമ്പായിട്ട് സ്വരാജ് റൗണ്ടിൻ്റെ വടക്ക് ഭാഗത്തുള്ള മിഥില റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. തൃശ്ശൂർ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അതിലൊന്നാണ് മിഥിലയും. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഏതാണ് തൃശ്ശൂർ ഏറ്റവും നല്ല മസാല ദോശ കിട്ടുന്ന റെസ്റ്റോറൻറ്റ്, ബിരിയാണി കിട്ടുന്ന റെസ്റ്റോറൻറ്റ് എന്നൊക്കെ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓരോ റെസ്റ്റോറൻറ്റിൻ്റെയും രുചികൾ വ്യത്യസ്തമാണ്. എനിക്കാണെങ്കിൽ ആ വ്യത്യസ്തമായിട്ടുള്ള രുചികളൊക്കെ തന്നെ ഇഷ്ടമാണ്. സൗകര്യങ്ങൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ടാവാം, പക്ഷേ ഭക്ഷണത്തിൻ്റെ രുചി വൈവിധ്യം എന്ന് പറയണത് ഓരോ റെസ്റ്റോറൻറ്റിൻ്റെയും പ്രത്യേകതയായിട്ടാണ് ഞാൻ കണക്കാക്കണത്. അതിനെ നമുക്കൊരിക്കലും ഇന്നതാണ് മറ്റേതിനേക്കാൾ നല്ലതെന്ന് പറയാൻ കഴിയില്ല. അത് ഒരാളുടെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. മിക്കവാറും ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റുകളൊക്കെ തന്നെ അത്യാവശ്യം നമുക്കിഷ്ടപ്പെട്ട റെസ്റ്റോറൻറ്റുകളാണ്. തീരെ മോശമാണെങ്കിൽ ഞങ്ങളവിടെ വീഡിയോ ചെയ്യാതിരിക്കുകയാണ് ചെയ്യാറ്. നമ്മളൊരാൾക്ക് ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കേണ്ട കാര്യമില്ലല്ലോ. ആസ് യൂഷ്വൽ വെള്ളച്ചട്നിയും തുടങ്ങി. നല്ല അടിപൊളി ചട്നിയായിരുന്നു. അതിനുശേഷം നമ്മുടെ പ്രിയപ്പെട്ട ചുമന്ന ചമ്മന്തി. മിഥിലയിലെ ഈ ചുമന്ന ചമ്മന്തിയാണ് എൻ്റെ ഫേവറേറ്റ്. അടിപൊളിയായിരുന്നു കേട്ടോ. മൂന്നാമതായിട്ട് സാമ്പാറും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കി. അതും കൊള്ളായിരുന്നു. ഞാനും ദീപവും മസാല ദോശയും, അമ്മയും അനിയനും പൂരിയാണ് പറഞ്ഞത്. പൂരിയുടെ ഒപ്പം മസാലയും ചട്നിയും വരുന്നുണ്ട്. ഇവിടുത്തെ മസാല എന്ന് പറയണത് കുറച്ച് കുഴഞ്ഞിരിക്കുന്ന പരുവത്തിലുള്ളതാണ്. എന്നാലും സംഗതി കഴിക്കുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. ചില സിനിമയിൽ ചില ആൾക്കാർ വരുമ്പോൾ ലൈറ്റൊക്കെ മിന്നാന്ന് പറയില്ലേ, അതുപോലെയാണ് ദീപ് വന്നപ്പോൾ മൊത്തം ഒന്ന് കുലുങ്ങി. പൂരിയുടെ ഒപ്പമുള്ള മസാലയുടെ അത്രയും കുഴഞ്ഞിട്ടില്ല മസാല ദോശയുടെ ഒപ്പമുള്ള മസാല. സംഗതി കുറച്ച് കുഴഞ്ഞിട്ടുണ്ടെങ്കിലും ടേസ്റ്റിന് കുറവൊന്നുമില്ല. പൂരി ആയാലും മസാല ദോശ ആയാലും രണ്ടും ശ്രീരാജിനും ഇഷ്ടമായി. രണ്ടും അടിപൊളിയായതുകൊണ്ട് തന്നെ ഏത് കഴിക്കണമെന്നായി കൺഫ്യൂഷൻ. എന്നാൽ പിന്നെ അവൻ്റേതൊരു പൂരി വാങ്ങിയിട്ട് കുറച്ച് മസാല ദോശ അവന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബാക്കിയുള്ള മസാലയും ദോശ എടുത്ത് ചുമന്ന ചമ്മന്തിയിൽ മുക്കി അങ്ങോട്ട് കഴിച്ചു. അടിപൊളിയുണ്ട്. ദീപുവിനും മസാല ദോശ നല്ല ഇഷ്ടമായി. അപ്പോഴേക്കും നമ്മുടെ ചായയൊക്കെ എത്തി. അങ്ങനെ ചായയൊക്കെ കുടിച്ച് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സംതൃപ്തിയിൽ അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് നമ്മൾ കഴിച്ച ടോട്ടൽ ബില്ല്. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തത് ഈ ബിൽഡിങ്ങിൻ്റെ വലതുവശത്തുള്ള ചിന്മയ മിഷൻ ആശ്രമത്തിൻ്റെ അടുത്തായിട്ടാണ്. ആശ്രമത്തിന് തൊട്ടടുത്തായിട്ട് ചിന്മയ മിഷൻ്റെ തന്നെ ശ്രീ ഭുവനേശ്വരി നവഗ്രഹ ക്ഷേത്രവും ഇവിടെ ഉണ്ട്. ഈശ്വരവിശ്വാസമുള്ള ആർക്കും ഇവിടെ പ്രവേശിക്കാമെന്ന് എഴുതി വെച്ചത് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. ഒരിക്കലും ഇതുവഴി പോയപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു ആശ്രമം ഉണ്ടെന്ന് ഞാൻ അറിയണേ. ഗീതാ പഠന ക്ലാസ്സുകളും സംസ്കൃതം ക്ലാസ്സുകളായിട്ട് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വലിയ ബഹളമൊന്നുമില്ലാതെ ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കിയത്. എന്തായാലും ഒരു ദിവസം ചിന്മയ മിഷൻ്റെ അകത്തൊക്കെ കയറണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ കൊല്ലങ്കോട്ടേക്കുള്ള യാത്ര അങ്ങോട്ട് തുടർന്നു. ഇപ്പോൾ നമ്മൾ വടക്കേ സ്റ്റാൻഡിൻ്റെ ആ ഭാഗത്ത് കൂടിയാണ് പോണത്. ഇവിടെ വരുമ്പോൾ എപ്പോഴും ഞാൻ നോക്കാറ് എന്തായി കൈരളി ശ്രീ തിയേറ്റർ എന്നുള്ളതാണ്. കോളേജിൽ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്ലാസ് കേട്ടത് സിനിമയ്ക്ക് പോയുള്ളത് കൈരളി ശ്രീ തിയേറ്ററിലാണ്. അതുകൊണ്ട് എന്തായി സപ്ലിയൊക്കെ എഴുതി കുറേ ജീവിതാനുഭവം കിട്ടി, അത്ര തന്നെ. ഇനി ഒരു 50 കിലോമീറ്ററും കൂടി ഉണ്ട് കൊല്ലങ്കോട് എത്താൻ എന്നാണ് ഗൂഗിൾ മാപ്പ് പറയണേ. കുതിരാൻ തുരങ്കങ്ങൾ കഴിഞ്ഞോടുകൂടി അമ്മയും ദീപവും നല്ല ഉറക്കായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വിളിച്ചുണർത്തി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കൊല്ലങ്കോടിൻ്റെ ഗ്രാമീണ കാഴ്ചകളാണേ. ഈ ഒരു ഭാഗമൊക്കെ എത്തിയപ്പോൾ ലാലേട്ടൻ്റെ പക്ഷേ സിനിമയിലെ ആ സോങ്ങാണ് എനിക്ക് ഓർമ്മ വന്നത്. സൂര്യാംശൂരുവയൽ പൂവിലും വൈരം പതിക്കുന്നുവോ, സീമന്ത കുങ്കുമശ്രീയണിഞ്ഞു ചമ്പകം പൂക്കുന്നുവോ, മണ്ണിൻ്റെ പ്രാർത്ഥനാലാവണ്യം
പൂവിലും വൈരം പതിക്കുന്നുവോ. നല്ല പാട്ടൊക്കെ കേട്ട് വരുന്നതിൻ്റെ ഇടയ്ക്ക് ടയറിന് ചെറിയ പണി കിട്ടി. ഇടയ്ക്ക് മെയിൻ റോട്ടിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് ഇതുപോലെ കുണ്ടും കുഴിയുള്ള റോട്ടിൽ കൂടെ ഒക്കെ പോകേണ്ടി വന്നേ. അങ്ങനെ ഞങ്ങൾ ടയർ ചെക്ക് ചെയ്യാനായിട്ടും പഞ്ചർ ഒട്ടിക്കാനൊക്കെ ആയിട്ട് കൊല്ലംകോട് ടൗണിലുള്ള റിലയൻസ് സ്മാർട്ട് പോയിന്റിൽ നിർത്തി. അവിടുത്തെ ആൾക്കാരൊക്കെ നല്ല സഹകരണവും സ്നേഹമൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു. അതുകൊണ്ട് വളരെ സുഖമായിട്ട് ടയർ മാറ്റിയിടാനും യാത്ര തുടരാനൊക്കെ പറ്റി. ടയറൊക്കെ മാറ്റി വന്നപ്പോൾ സമയം ഏതാണ്ട് ഉച്ചയായി. ഇനിയിപ്പോൾ എന്തായാലും ഊണ് കഴിച്ചിട്ടാവാം ബാക്കി യാത്ര എന്ന് വിചാരിച്ചു. അങ്ങനെ ഊണ് കഴിക്കാനായിട്ട് കൊല്ലംകോടുള്ള നമ്മുടെ അയ്യപ്പേട്ടൻ്റെ കടയിലേക്ക് പോവാണ്. എല്ലാവരെയും പോലെ ഹൃദയം സിനിമയെന്നാണ് ഈ ഒരു ഹോട്ടലിനെ കുറിച്ച് അറിയണത്. വിനീത് ശ്രീനിവാസനും സുരാജ് വെഞ്ഞാറമൂടിനും ജിത്തു ജോസഫിനും അങ്ങനെ പല സെലിബ്രിറ്റികളുടെയും പ്രിയപ്പെട്ടൊരു സ്ഥലമാണ് ഇതെന്ന് കേട്ടിട്ടുണ്ട്. എന്തായാലും അവിടെ പോയിട്ട് ഊണൊന്ന് കഴിച്ച് നോക്കുക തന്നെ. ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഞങ്ങൾ അയ്യപ്പേട്ടൻ്റെ കടയിലേക്ക് എത്തിയത്. അയ്യപ്പേട്ടൻ്റെ കടയുടെ അവിടെ കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊന്നുമില്ല. കുറച്ച് അപ്പുറത്തായിട്ട് മാറ്റിയിട്ടിട്ട് ഞങ്ങളിപ്പോൾ ദേ അങ്ങോട്ട് നടക്കുകയാണ്. മുൻപ് ഇത് ഷീറ്റ് മേഞ്ഞ ഒരു ചെറിയ കടയൊക്കെയായിരുന്നു. ഇപ്പോൾ അവർ റിനോവേറ്റ് ചെയ്ത് ടെറസൊക്കെ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിൽ കണ്ട ആ നാടൻ വൈബ് അങ്ങോട്ട് കിട്ടിയില്ല. ഫസ്റ്റ് ഫ്ലോറിലാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. ചെന്ന് കയറിയപ്പോൾ ഒരൊറ്റ മനുഷ്യനില്ല. ആദ്യമായിട്ട് ഇന്ന് ഇലവിരിക്കുന്നത് ഞങ്ങൾക്കാണെന്ന് തോന്നുന്നു. ഇവിടെ ഭക്ഷണം വിളമ്പണത് ഡെസ്കിലാണ്. അതുകൊണ്ട് ഫേസ് ടു ഫേസ് ഇരുന്ന് കഴിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ഇലയിൽ ആദ്യം വിളമ്പിയത് ഉരുളക്കിഴങ്ങ് ഗ്രീൻ പീസും കൂടിയിട്ടുള്ള ഒരു കറിയാണ്. പിന്നെ ഇഞ്ചിമ്പുളി. അത് കഴിഞ്ഞ് ഒരു മസാലക്കറി പോലത്തെ ഒരു കറിയും പൈനാപ്പിൾ കറി ഉണ്ടായിരുന്നു. കുറേ നാളായിട്ടുള്ള ഞങ്ങളുടെ ആഗ്രഹമാണ് അയ്യപ്പേട്ടൻ്റെ കടയിൽ വന്ന് ഊണ് കഴിക്കണം എന്നുള്ളത്. ദീപു ചുമരിലിരിക്കുന്ന വിനീത് ശ്രീനിവാസൻ്റെയും പ്രണവിൻ്റെയൊക്കെ ഫോട്ടോസ് നോക്കിയിരുന്നു. കറികളൊക്കെ മൊത്തത്തിലൊരു പാലക്കാടൻ സ്റ്റൈലുണ്ടായിരുന്നു. ഇവിടുത്തെ അവിയലൊക്കെ നല്ല വെള്ള കളറായിരുന്നു. സൈഡൊക്കെ വിളമ്പിക്കഴിഞ്ഞ് ചോറിട്ടു. കറക്റ്റ് വേവിലുള്ള ചോറായിരുന്നു. അതിലേക്ക് നല്ല ഇളം ചൂടുള്ള സാമ്പാർ അങ്ങോട്ട് ഒഴിച്ചു. തൊട്ടു പുറകെ പപ്പടം എത്തിയിട്ടാ. പപ്പടം വിളമ്പണ ചേച്ചിയോടെ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ സ്പെഷ്യലായിട്ടുള്ള കുമ്പളങ്ങ ചിക്കൻ കറി ഇല്ലേന്ന്. അപ്പം ചേച്ചി പറയാണ് അത് സ്പെഷ്യലൊന്നല്ല, ഈ സാമ്പാർ പോലത്തെ ഒഴിച്ചു കറിയെന്ന്. ഇവിടെ എല്ലാ സ്പെഷ്യലിനും വെറും 50 രൂപയുള്ളൂ. അതുകൊണ്ട് ഓരോ മീനും പിന്നെ ഇവരുടെ ബീഫും വാങ്ങി. ആദ്യം തന്നെ സാമ്പാറും ചോറും കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. നല്ല സാമ്പാറായിരുന്നു. അതിൻ്റെ തൊട്ട് പുറകെ നമ്മൾ കാത്തിരുന്ന ചിക്കൻ കുമ്പളങ്ങ കറി എത്തി. 50 രൂപയുടെ ഊണിൻ്റെ ഒപ്പമാണ് ഇത്രയും നല്ല കുമ്പളങ്ങ ചിക്കൻ കറി ഒഴിച്ചു കറിയായിട്ട് കൊടുക്കണേ. ഞാനൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറമാണ് ഈ കുമ്പളങ്ങ ചിക്കൻ കറി. നല്ല കിട്ടില്ല ടേസ്റ്റ്. അതിലിട്ട കുമ്പളങ്ങയ്ക്ക് വരെ ഒടുക്കത്തെ ടേസ്റ്റായിരുന്നു. ശ്രീരാജനും ദീപുവിനും രണ്ടുപേർക്കും ഇവിടുത്തെ ഊണ് നല്ല ഇഷ്ടമായി. വല്ലാത്തൊരു ആർത്തിയായിരുന്നു എന്ന് തന്നെ പറയാം. പെട്ടെന്ന് തന്നെ ആ കുമ്പളങ്ങ ചിക്കൻ കറിയും ചോറും കൂട്ടി വാരി അങ്ങോട്ട് ഉണ്ടു. അത് കഴിഞ്ഞിട്ട് ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള ബീഫ് കറി അങ്ങോട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി. വളരെ തിക്കായിട്ടുള്ള മസാലയൊക്കെയുള്ള നാടൻ പാലക്കാടൻ സ്റ്റൈല് ബീഫ് കറി ആയിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ബാക്കിയുണ്ടായിരുന്ന ലേശം ബീഫും നമ്മുടെ കുമ്പളങ്ങ ചിക്കൻ കറിയുടെ ചാറും അതിൻ്റെ മേലേക്ക് ആ പപ്പടവും കൂടി വെച്ചങ്ങോട്ട് പൊടിച്ചു. പലർക്കും ഞാനിങ്ങനെ കുഴക്കണേൽ എതിർപ്പുകളൊക്കെ ഉണ്ടാവും. എന്ത് ചെയ്യാനിഷ്ടമാണ്, ഇത് നമ്മുടെ ശീലമായി പോയി. അതിങ്ങനെ കുഴച്ച് കഴിക്കണൊരു സുഖം അത് കഴിക്കണവർക്ക് അറിയുള്ളൂ. ചോറ് പെട്ടെന്ന് തന്നെ തീർന്നുട്ടാ. ചോറ് തീർന്നപ്പോഴാണ് ശ്രദ്ധിക്കണേ ഒരു മീൻ ഇവിടെ ഇരിക്കണ്ടല്ലോ എന്ന്. നടുവിന്ന് തന്നെ ഒരു പീസ് അങ്ങോട്ട് കിള്ളിയെടുത്തു. നല്ല മൊരിഞ്ഞിട്ട് സോഫ്റ്റായിട്ടുള്ള ഫിഷ് ഫ്രൈ. സൂപ്പർ ഫിഷ്. ദീപം കണ്ടി ഇച്ചിരി ചോറും കുറച്ച് മോരും വാങ്ങിയിട്ടാ. കറക്റ്റ് പുളിയൊക്കെ ആയിട്ട് നല്ല നാടൻ മോരായിരുന്നു. ബാക്കിയുള്ള ചോറ് ഫിഷ് ഫ്രൈയും കൂട്ടി അങ്ങോട്ട് അവസാനിപ്പിച്ചു. 50 രൂപയ്ക്കുള്ള ഊണിൽ ചിക്കൻ കറിയും അതിൻ്റെ ഒപ്പം പായസം കൂടി കൊടുക്കാന്ന് പറഞ്ഞാൽ അതിത്തിരി കടന്ന കൈ തന്നെയാണ്. മൊത്തത്തിൽ ഇവിടുത്തെ ഊണും സ്പെഷ്യലും എല്ലാം ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി. സത്യം പറഞ്ഞാൽ ആ പഴയൊരു ആംബിയൻസൊക്കെ മാറി പുതിയ ബിൽഡിംഗ് കണ്ടപ്പോഴേ ഞങ്ങൾക്കൊരു സംശയമായി, ഇതന്നെയല്ല ഈ പെടൻ്റെ കടാന്ന്. പിന്നെ ഈ ഫോട്ടോസൊക്കെ കണ്ടപ്പോഴാണ് സമാധാനമായത്. 4 ഊണ്, ഒരു ബീഫ്, 3 ഫിഷ്. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് ചേച്ചിയോട് ബായും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അയ്യപ്പേട്ടൻ്റെ കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത്
ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രത്തിലേക്കാണ്. പേര് പോലെ തന്നെ ഒരുപാട് മരങ്ങളൊക്കെയുള്ള നല്ല തണലൊക്കെയുള്ള ഒരു ക്ഷേത്രം. പാർക്കിംഗ് സ്പേസും ഇഷ്ടംപോലെ ഉണ്ട്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ശരിക്കുള്ള പേര് വരുന്നത് ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി പ്രകൃതി ക്ഷേത്രം എന്നാണ്. ഒടിയൻ കുഞ്ഞിരാമായണം, പിന്നെ ഇനി വരാനിരിക്കുന്ന സുരേഷ് ഗോപി ജയരാജ് ടീമിൻ്റെ പെരുങ്കളിയാട്ടം, ഇതൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണിത്. ഈ ഒരു ക്ഷേത്രത്തിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ലാണ്ടാണ് ഞങ്ങൾ വന്നപ്പോഴാണ് ഇവിടെ കുരുതിയൊക്കെ കൊടുക്കുന്ന ഒരു ക്ഷേത്രമാണെന്ന് അറിയണേ. ജാതി മത ഭേദമന്യേ ഏത് വിശ്വാസമുള്ളവർക്കും ഇവിടെ വന്ന് ആടിനോ കോഴീനൊക്കെ കുരുതി കൊടുത്തതിന് ശേഷം ആ മാംസം പാകം ചെയ്ത് ഇവിടെ ഒരു കാഞ്ഞിരമരമുണ്ട്, അതിൻ്റെ ചോട്ടിലും എന്തോ ഒരു മൂർത്തി ഉണ്ട്, അവിടെ കൊണ്ടുപോയി നേദിക്കുന്നു. നേദിച്ചതിന് ശേഷം എല്ലാവരും കൂടി അത് പ്രസാദമായിട്ട് കഴിക്കുന്നു. മാംസം മാത്രമല്ല, അതിൻ്റെ ഒപ്പം കള്ളും ബീഡിയും മദ്യവും അങ്ങനെ എല്ലാം നേദിക്കണായിട്ടാണ് കണ്ടത്. കള്ളു കുടിച്ച തെറ്റ്. വീട്ടുകാരെ നമ്മൾ ഭാര്യമാർ കള്ളു കുടിച്ച വീടി വെച്ച അമ്മയ്ക്കും ദീപുവിനും ശ്രീരാജിനും ഇത്തരം ആരാധനകളൊന്നും അധികം കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് കുറച്ചങ്ങോട്ട് മാറി നിൽക്കുകയായിരുന്നു. ചെറുപ്പം മുതലേ ചാത്തനായാലും ഇത്തരത്തിൽ മാംസവും കള്ളുമൊക്കെ നിവേദിക്കുന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾ പൊതുവെ പോവാറില്ല. നമുക്കിതിലൊന്നും താല്പര്യമില്ലെന്ന് കരുതി മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഒരിക്കലും കുറച്ച് കാണുന്നില്ല. ഇതിൽ വിശ്വാസമുള്ള ഒരുപാട് പേരുണ്ടാവും. അവരുടെ വിശ്വാസത്തെ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു ബഹുമാനത്തോടു കൂടി കാണുന്നു. തൊട്ടിലായാലും വീടായാലും നമ്മുടെ ആഗ്രഹങ്ങൾ എന്തു തന്നെയായാലും അതിവിടെ കെട്ടിത്തൂക്കിയാൽ നടക്കുന്നതാണ് വിശ്വാസം. അങ്ങനെ ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി പ്രകൃതി ക്ഷേത്രമൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി. അവിടെ നമ്മൾ നേരെ പോയത് കുടിലിടം എന്നുള്ള ഒരു സ്പോട്ടിലേക്കാണ്. കുടിലിടം എന്ന് പറയണത് 30 ഏക്കറോളം വരുന്ന ഒരു പാടശേഖരമാണ്. അകത്തേക്ക് കടക്കാനായിട്ട് ഈ കാണുന്ന ഓല മേഞ്ഞ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടല്ലോ, അവിടെ നിന്ന് 20 രൂപയുടെ ഒരു ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് മാത്രമല്ല, ഇവിടെ കുറച്ച് ഉൽപ്പന്നങ്ങളും അരിയും അവിലും ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുമുണ്ട്. നമ്മുടെ ഈ തളിക്കുളം വാടാനപ്പള്ളി ഭാഗത്തൊക്കെ ബീച്ചാണെങ്കിൽ കൊല്ലങ്കോട് ഭാഗത്തൊക്കെ പാടശേഖരമാണല്ലോ ടൂറിസ്റ്റ് സ്പോട്ട്. അപ്പോൾ നമ്മളെപ്പോലുള്ള സഞ്ചാരികളെ ആകർഷിക്കാനായിട്ട് കാളവണ്ടിയും ചെറിയ കവാടങ്ങളും അങ്ങനെ പല രീതിയിലുള്ള സെറ്റപ്പും ഇവരോട് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തായാലും ചെയ്തു വെച്ചതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു തവളക്കിണറുണ്ട് കേട്ടോ. 40 അടിയാണത്രേ ഇവിടുത്തെ താഴ്ച. അതായത് ഒരു 6-7 ആളുടെ പൊക്കം വരും. പാടത്തേക്ക് കടക്കുമ്പോൾ തന്നെ നട്ടിട്ടുള്ള ഞാറുകളുടെ കളറിൽ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയിൽ മഹാരാഷ്ട്രയിലുള്ള ഏറ്റവും വില കൂടിയ അരികളിൽ പെടുന്ന ഒരു അരിയാണ് അത്ര നസർബാത്ത്. അതാണ് നമ്മൾ ഈ കാണുന്നത്. ആൻറ്റി ഓക്സിഡൻറ്റുകളും ഒരുപാട് വിറ്റാമിനൊക്കെ ഉള്ളതുകൊണ്ട് നല്ല വിലയുള്ള ഒരു അരിയാണിത്. മാത്രമല്ല പലവിധ രോഗങ്ങൾക്കും ഇത് നല്ലതാണെന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഊണൊക്കെ കഴിച്ച് വല്ലാണ്ട് വൈകാണ്ട് തന്നെയാണ് നമ്മളിവിടെ എത്തിയുള്ളത്. അതുകൊണ്ട് നല്ല വെയിലുണ്ടെന്ന് മാത്രമല്ല, ചൂടിന് യാതൊരു കുറവുമില്ല. വെയിൽ കൊള്ളുകയാണെങ്കിൽ അത് പാലക്കാട് കൊല്ലങ്കോട് തന്നെ വന്ന് കൊള്ളണം. നല്ല പ്രകൃതി ഭംഗിയോടുകൂടി വെയിൽ കൊള്ളാം. അപ്പോഴാണ് കുറച്ച് അകലായിട്ട് ഒരു ചെറിയ ഓല കൊണ്ട് മേഞ്ഞൊരു ഷെഡ് കണ്ടത്. നേരെ അതിൻ്റെ അകത്തേക്കാണ് കയറി. അതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ നല്ലൊരു തണൽ കിട്ടിയിട്ടാണ്. തണലുണ്ടെന്ന് മാത്രമല്ല, ഇവിടെ നിന്ന് വീശുന്ന കാറ്റും ഒക്കെ അങ്ങോട്ട് ആസ്വദിക്കാൻ തുടങ്ങിയത് ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ്. ഇത്രയും നേരം വെയിൽ കൊണ്ടു നടന്നിരുന്ന ഞാൻ ഒരു തണലത്തിരുന്നു എന്ന് കണ്ടപ്പോൾ നമ്മുടെ അനിയനും വേഗം ഓടി വന്നു. തൊട്ടു പുറകെ 2 ആളും കൂടി വരുന്നുണ്ട് കേട്ടാ, അമ്മയും ദീപും. ഓലോണ്ട് മേഞ്ഞ ഈ ഒരു ഷെഡ് കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. 4 മണി 5 മണി സമയത്ത് വരെ സൂപ്പർ ആയിരിക്കും അല്ലേ? ആഹാ, സൗണ്ട് വരുന്നുണ്ടല്ലോ നന്നായിട്ട്. കണ്ണെത്താ ദൂരം വരെ പരന്നു കിടക്കുന്ന പാടശേഖരവും അതിനപ്പുറത്തായിട്ട് നെല്ലിയാമ്പതി മലനിരകളും, അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കുടിലിടം.
ഇറങ്ങാൻ നേരം ഞങ്ങൾ കുറച്ച് അവിലും അരിയൊക്കെ വാങ്ങി. ചൂടേറ്റ് തളർന്ന് നല്ല ദാഹമായി. തൊട്ടടുത്ത് തന്നെ കരിക്കും സർബത്തൊക്കെ വെക്കുന്ന ഒരു കടയുണ്ടായിരുന്നു. കടയിൽ പഴയ കാലത്തെ മിഠായികളൊക്കെ കണ്ടുകൂട്ടാ. അങ്ങനെ അവിടെ നിന്ന് ഓരോ സർബത്തൊക്കെ കുടിച്ച് ചെറിയ രീതിയിൽ ദാഹശമനമൊക്കെ വരുത്തി. കൊല്ലങ്കോട് നിന്ന് തിരിക്കണതിന് മുമ്പ് നല്ല നാടൻ മാമ്പഴമൊക്കെ വിൽക്കണ 2 ചേച്ചിമാരെ കണ്ടു. അവരുടെ കയ്യിൽ നിന്ന് 1-2 കിലോ മാമ്പഴവും വാങ്ങി. ഓക്കെ, താങ്ക് യു. ഇവിടെ ഉണ്ടായതാ? വീട്ടിൽ പോയിട്ടാണ് മാമ്പഴം കഴിച്ചു നോക്കിയത്. നല്ല മധുരമുള്ള അസല് മാമ്പഴമായിരുന്നു കേട്ടോ. സീതാർകുണ്ട് വെള്ളച്ചാട്ടം കൂടി കാണുന്നുണ്ടായിരുന്നു. ഇത്തവണ അതിനുള്ള സമയമില്ല. എന്തായാലും കൊല്ലങ്കോട്ടേക്കുള്ള യാത്ര നല്ല രസമായിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ ഒരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബൈ.